വാടാ ഷാഫി, ഇത് മഴക്കോളും കാണുന്നില്ല, പൊടി മഴയും പെയ്യുന്നില്ല. ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. ഇത് നീ പറഞ്ഞത് വളരെ ശരിയാ. എന്നാലും ഈ മഴ പെയ്യാത്തെന്നാണ്. ഇന്നാളെ ചെറുതായിട്ടൊരു ചാറ്റ മഴ പെയ്തു. അതും വിചാരിച്ചത് നല്ല തണുത്ത മഴയായിരിക്കുമെന്ന്. പിറ്റേന്നാണെങ്കിൽ തിളപ്പ് കൂടിപ്പോയി. എന്ത് പറയാനാണിത്? അതാണ് ഈ ചൂടത്തിന് എന്തു ചെയ്യാനാ, കളിച്ചാലാ. എനിക്കൊന്നും വയ്യ. ആണുങ്ങളുമില്ല ഈ പൊരി വെയിലത്ത്. വീട്ടിലാണെങ്കിൽ കറണ്ടും ഇല്ല ഈ ചൂട് സമയത്ത്. വീട്ടിൽ പോയി ചൂടി കുത്തിയിരിക്കേണ്ടി വരുന്നത്. ഞാനൊന്നും കളിക്കാൻ വരുന്നില്ല. പിന്നെ ഒളിച്ചളി കളിക്കാനാ. പിന്നെ ഒളിച്ചളി കളിച്ചളിച്ച് മടുത്ത്. വേറെന്തെങ്കിലും നീ പറ, വീട്ടിൽ ഇരുന്ന് കളിക്കാൻ പറ്റിയ. വീട്ടിൽ ഇരുന്ന് കളിക്കാൻ പറ്റിയ പ്രത്യേകിച്ച് ഒരു ഗെയിമും എനിക്ക് എന്നോട്. എൻ്റെ വീട്ടിലേ ക്യാരം ബോർഡുണ്ടോ? എൻ്റെ വീട്ടിലൊന്നും ഇല്ല. എൻ്റെ വീട്ടിലുണ്ടോ? വീട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ നിൻ്റെ അടുത്ത് ചോദിച്ചത്. അതിനൊരു ക്യാരം ബോർഡ്, രണ്ടുപേരെ വീട്ടിലും ക്യാരം ബോർഡില്ല. പിന്നെ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? പൈസ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം സിനിമയ്ക്ക് പോയിരുന്നു. AC ഉള്ളായിരുന്നു. രണ്ടുപേരും നമ്മൾ കൊച്ചു പിള്ളേർ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ. പിന്നെ ഞാനൊന്നും വരുന്നത് കൊച്ചു പിള്ളേരാ. ഇവിടെ 11 വയസ്സായ നമുക്ക്. നമ്മൾ വലിയ ആളുകളാണ്. ഓടെ ഇറങ്ങി. മഴയില്ലൊരു തേങ്ങയില്ല. കുറച്ച് നേരിട്ടപ്പോൾ വെയിലും വന്നു. ഇനി നേരെ അങ്ങ് വീട്ടിൽ പോവാം. അത് തന്നെ. നമുക്കേ എൻ്റെ വീട്ടിൽ പോയിട്ട് AC ഇട്ട് കിടന്നാലാ. കറണ്ട് ബില്ല് മേടിച്ച് എൻ്റെ വീട്ടിൽ AC പോലും ഇടാറില്ല. പിന്നെയാണ് അങ്ങോട്ട് പോയിരുന്നിട്ട് AC ഇരിക്കുക. ആരുമാ, നമുക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് പോയി ഇരിക്കാം. ഇവിടെ വെയിലത്തിരിക്കുന്നതിനെ കാട്ടിയതല്ല, ഇവിടെ അകത്തിരുന്ന് TV കണ്ടോണ്ടിരിക്കുന്നതല്ലേ. പോവാം. ഫസ്റ്റ് എൻ്റെ വീട്ടിൽ കറണ്ടും ഇല്ല. ഓർത്തില്ലടാ. നമുക്ക് തിരിച്ചു പോവാം. റയ്യാനെ വെയിൽ കൂടിക്കൂടി വരുവാടാ. എന്തു ചെയ്യും ഇനി? എൻ്റെ ഒരു ഐഡിയ ഇല്ല. നമുക്ക് തൽക്കാലം ഇവിടെ ഈ തണലത്തങ്ങ് വയ്ക്കാം. അത് തന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ഐഡിയ. ആരാ വിളിക്കുന്ന? ബാബു. ഹലോ, എന്താടാ? ഞങ്ങളിതാ വരുന്നത്. എന്തുവാടാ കാര്യം? ബാബുവിൻ്റെ വീട്ടിലെ ഫലൂട ഉണ്ടാക്കി നമ്മളെല്ലാം വിളിച്ച്. നമുക്ക് അങ്ങോട്ട് പോവാം.